ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് സാംസങ് അൾട്രാ സ്ലിമിന്റെ ഒരു കിറ്റാണ്. ഓസിലേഷൻ ഇല്ല, LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, അതാണ് പ്രോബ്ലം. ബോർഡ് ഓൺ ചെയ്ത് കാണിക്കാം. LED ബ്ലിങ്ക് ചെയ്ത് നിൽക്കും, പക്ഷെ ഓസിലേറ്റ് ചെയ്യില്ല, അതാണ് കംപ്ലൈന്റ്. LED ബ്ലിങ്ക് ചെയ്യും, ഓസിലേറ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്താ കംപ്ലൈന്റ് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് സെറ്റ് ഓൺ ചെയ്ത് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. മീറ്ററോടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, DC 200 സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഓൺ ചെയ്ത് LED കത്തിയിട്ടുണ്ട്. നമ്മുടെ B+ വോൾട്ടേജ് 153 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഓസിലേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഹൈ വോൾട്ടേജ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ തന്നെ അവിടെ ലോഡായിട്ടൊരു ബൾബ് കൊടുത്തിട്ട് നമ്മുടെ വോൾട്ടേജ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഹൈ വോൾട്ടേജ് ആണെങ്കിൽ സെറ്റ് ഓസിലേറ്റ് ചെയ്യില്ല. അപ്പോൾ B+ ലൈനിൽ ബൾബ് സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡായിട്ടൊരു ബൾബ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഓൺ ചെയ്തു. ഇതൊക്കെ ബൾബ് കത്തിയിട്ടുണ്ട്. എൻ്റെ സീരിയലിലാണ് കിടക്കുന്നത്. ഡയറക്റ്റ് ഓൺ ചെയ്തു. 118 വോൾട്ട് ഉണ്ട്. ഓവർ വോൾട്ടേജ് അല്ല, വോൾട്ടേജ് നോർമലാണ്. നമ്മളത് B+ വോൾട്ടേജ് ആണ്. B+ H ഔട്ടിൽ വരെ എത്തുന്നുണ്ടോ നമുക്ക് നോക്കണം. 117 വോൾട്ട്. ഓക്കെ, H ഔട്ട് വരെ നമ്മുടെ B+ വോൾട്ടേജ് വരുന്നുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് 2.2 വോൾട്ടേ ഉള്ളൂ. ഓസിലേറ്റ് ചെയ്യുന്നില്ല. ഓസിലേറ്റ് ചെയ്തെങ്കിലേ വോൾട്ടേജ് വരത്തുള്ളൂ. അപ്പം ഞാൻ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് H ഔട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീറ്ററിൽ. H ഔട്ട് ഓക്കെ ആണോ എന്ന്. ഇവിടെ H ഔട്ടിൻ്റെ വാല്യൂ ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. H ഔട്ട് ഓക്കെ ആണ്, ഷോർട്ടിംഗ് ഒന്നുമില്ല. വീണ്ടും സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ വോൾട്ടേജിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓസിലേഷന് വേണ്ടുന്നത്. ഇത് നമ്മുടെ HDT സപ്ലൈ ആണ്. HDT സപ്ലൈ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. കോയിലിൻ്റെ തൊട്ടടുത്ത പോയിന്റ് വരെ വരുന്നുണ്ട്. ഈ ട്രാൻസിസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ HDTയുടെ ഇവിടുത്തെ ട്രാൻസിസ്റ്റർ ഓപ്പൺ ചെയ്ത് നമ്മുടെ വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇപ്പം ബെൽ ബട്ടൺ അമർത്തുക. ലേറ്റസ്റ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം നമ്മൾ HDTയുടെ ട്രാൻസിസ്റ്റർ സോൾഡറിങ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 വോൾട്ട് HDT കോയിൽ വരെ വരുന്നുണ്ട്. നമുക്ക് IC എന്നുള്ള വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. IC ന്നും വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സോൾഡറിങ് ഒഴിവാക്കിയ ട്രാൻസിസ്റ്ററിൻ്റെ 2 ലെഗുകൾ സോൾഡർ ചെയ്ത് വിടുന്നുണ്ട്. ഇനി നമ്മുടെ മെമ്മറിക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മെമ്മറിയുടെ 5 വോൾട്ട് കൃത്യമാണ്. അടുത്ത ട്യൂണറിലേക്ക് 5 വോൾട്ട്. ഓക്കെ, ട്യൂണർ വോൾട്ടേജും കൃത്യമാണ്.
4.85 വോൾട്ട്. ഇനി നമ്മുടെ ഡാറ്റ ക്ലോക്ക് വോൾട്ടേജുകൾ ഓക്കെ, ഡാറ്റ ക്ലോക്ക് വോൾട്ടേജുകളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എച്ച് ഔട്ട് ആദ്യമേ ചെക്ക് ചെയ്തതാണ്, ബാക്കി വോൾട്ടേജുകളെല്ലാം കറക്റ്റാണ്, എന്നിട്ട് ഓസിലേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഈ എച്ച് ഔട്ട് ഒന്ന് മാറ്റിയിട്ട് നോക്കണം. ചില എച്ച് ഔട്ട് നമ്മൾ മീറ്ററിൽ നോക്കുമ്പോൾ ഓക്കെ ആയിട്ട് കാണിച്ചാലും ഓസിലേറ്റ് ചെയ്യില്ല, ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പം നമുക്കൊരു എച്ച് ഔട്ട് മാറ്റിയിട്ട് നോക്കാം. ഇപ്പോൾ എച്ച് ഔട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. J6810A അതാണ് എച്ച് ഔട്ട്. ഞാനതിന് പകരം C6071 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററാണ് എടുത്തത്. നമുക്കത് യൂസ് ചെയ്യാം. C6073. അപ്പോൾ എച്ച് ഔട്ട് ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് സോൾഡർ ചെയ്ത് വിടാം. ഇപ്പം നമ്മൾ എച്ച് ഔട്ട് മാറ്റി ഇട്ടിട്ടുണ്ട്. പുറത്തോടെ ചെക്ക് ചെയ്തപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിൽ നമ്മളൊന്ന് മാറ്റി ഇട്ട് നോക്കിയതാണ്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്തു. ഇപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കാം. ഞാൻ നിങ്ങളുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ LTയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. TV ഓൺ ചെയ്തിട്ടില്ല, TV ഓൺ ചെയ്തു. ഓക്കെ, 84 വോൾട്ട്. നമ്മൾ യോക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എച്ച് ഔട്ട് ചെക്ക് ചെയ്തപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ ഇത് മാറ്റിയിട്ടപ്പം ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുമ്പ് ഉള്ള വോൾട്ടേജുകൾ ചെക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഈ എച്ച് ഔട്ട് ഒന്ന് മാറ്റിയിട്ട് നോക്കണം. അല്ലാതെ നമ്മൾ മീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ പ്രശ്നം കാണില്ല. മീറ്റർ ചെക്ക് ചെയ്തപ്പോൾ ഇത് ഓക്കെ ആയിരുന്നു. പിന്നെ എച്ച് ഔട്ട് നമ്മൾ മാറ്റിയിടുമ്പോൾ നമ്മുടെ ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ കൂടെ ഒന്ന് മാറ്റിയിടണം. എന്തായാലും എച്ച് ഔട്ട് ചൂടായി പോയതാണോന്ന് അറിയില്ല, നമ്മളൊരു ഫ്ലൈ ബാക്ക് കൂടെ അങ്ങ് മാറിയിടണം. ഇതാണ് നമ്മുടെ ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ. J1600 വോൾട്ട് ആണത്. ഇതിവിടെ ഒന്ന് മാറിയേക്കണം. അപ്പോൾ നമ്മൾ വേറൊരു ഫ്ലൈ ബാക്ക് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്, മാറ്റിയിട്ടാം. അത് സോൾഡർ ചെയ്ത് വിടണം. ഓക്കെ, ഇനി നമുക്കൊന്ന് ട്യൂബിൽ കണക്ട് ചെയ്ത് നോക്കണം. വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ഓസിലേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടി, ഞാൻ ട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. TV ഓൺ ചെയ്തു, LED ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.